ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിമ്മി. സോ ഇന്നത്തെ വീഡിയോ തംബ്നെയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു എന്തോ ഒരു ട്രിപ്പിൻ്റെ കാര്യമായിരിക്കും എന്ന്. യെസ്, ഓഫ് കോഴ്സ് അതെ. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ട് നമ്മളൊരു കുഞ്ഞ് ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതാ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ കുട്ടികളും പാരൻസും ടീച്ചേഴ്സും ഒക്കെ കൂടിയാണ് പോകുന്നത്. സോ നമ്മൾ കുറച്ച് നേരം വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. എന്നിട്ട് വണ്ടി വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടി കയറി പോവാണ് കേട്ടോ. ഇറ്റ്സ് ജസ്റ്റ് നമ്മൾ എന്താ പറയുക, നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. എവിടേക്കാണ് എന്നൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ച് മഴ കിട്ടി, പക്ഷേ അവിടെ എത്തിയപ്പോൾ നമുക്ക് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. നമ്മൾ ആരെയും കാണിച്ചു തന്നില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഹലോ, ഹേ ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് എവിടേക്കാണ്? പാലക്കാട്. യെസ്, പാലക്കാട്, കൊല്ലങ്കോട്, മുതലമട, സീതാർകുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട്, എല്ലാവരും കാണിച്ചു തരാം. ആൻഡ് ഇവിടുത്തെ എക്സ്പീരിയൻസ്, ലൈക്ക് എന്തൊക്കെ കണ്ടു, എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് വഴിയെ കാണും. ഓക്കെ, എല്ലാവരെയും കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എടുത്തെടുത്ത് ക്യാമറയിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. ബട്ട് ദെൻ എല്ലാവരും ഉണ്ട് കേട്ടോ കൂടെ. കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് പാരൻസും ടീച്ചേഴ്സും നല്ലപോലെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കടയുടെ ഫ്രണ്ടിലുള്ള സ്പേസിൽ നിന്നിട്ടാണ് കഴിച്ചത്. ഓക്കെ, പിന്നെ എല്ലാവരും ഭയങ്കര സെറ്റ് ആൻഡ് ഹാപ്പിയാണ്. നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പോവാണ്. എവിടേക്കാ? പാലക്കാട്. അപ്പോൾ നമ്മൾ പാലക്കാടുള്ള താമരപ്പാടത്തേക്കാണ് ഫസ്റ്റ്. കൊല്ലങ്കോട്ടിലെ താമരപ്പാട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ കൊല്ലങ്കോട് താമരപ്പാടത്താണുള്ളത്. ഐ ഷോ യു. ലൈക്ക് ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. നല്ല ക്ലൈമറ്റുമാണ് ഇവിടെ. ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങൾ വന്ന് കണ്ട് പോകേണ്ട സ്ഥലം തന്നെയാണ്. പിന്നെ എന്താ പറയുക, കണ്ടില്ലേ. പിന്നെ കുട്ടികളെ കൊണ്ട് വന്നതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. ഒന്നും പറയാനില്ല, ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഈ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ സ്ഥലത്തും നമ്മൾ അത്യാവശ്യം നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് നല്ല ക്ലൈമറ്റ്, നമ്മൾ വിചാരിച്ചു മഴയൊക്കെ കിട്ടുമെന്ന്, ബട്ട് ഇല്ലായിരുന്നു. നല്ലൊരു എന്താ പറയുക കാലാവസ്ഥ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. കൊല്ലങ്കോട്, അതായത് താമരപ്പാടം, പിന്നെ സീതാർകുണ്ട്, പിന്നെ മുതലമട, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റി. ബട്ട് കവർ ചെയ്യാൻ കുറച്ച് കൂടുതൽ സ്ഥലങ്ങളുണ്ടായിരുന്നു, ഡെസ്റ്റിനേഷൻസ് ഇനി ഉണ്ടായിരുന്നു. ബട്ട് ദെൻ നമുക്കത് എല്ലാം കവർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിലും നമ്മൾ കവർ ചെയ്ത സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഹലോ ഹലോ ഹലോ. എന്താ ചിരിക്കണേ? ഹായ് ഹായ്. നമ്മളിപ്പോൾ എവിടെയാ ഉള്ളത്? താമരപ്പാടം. എന്നിട്ട് എവിടെ? താമര എവിടെ? താമര എവിടെടാ? താമര ആണെന്നില്ല. താമരയില്ല ഗൈസ്. താമരയില്ല ഗൈസ്. ഓക്കെ, നമ്മൾ നേരെ ഇവിടെ നിന്ന് പോയത് സീതാർകുണ്ട് വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയി അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റായി നമ്മൾ കയറിയിട്ടോ. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിലെത്തിയപ്പോൾ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ ഇപ്പോൾ പോകുന്നവർ ശ്രദ്ധിക്കുക, അവിടെ ഇപ്പം അടച്ചിട്ടേക്കാണ്, വെള്ളം ഒഴുക്ക് കൂടുതലായതുകൊണ്ട് ഈ ഒരു സമയത്ത്. സോ ഇപ്പോൾ പോകുന്നവർ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. പിന്നെ ഇതാ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ കയറാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ചെറിയ വെള്ളച്ചാട്ടം താഴെ കണ്ടപ്പോൾ അത് മാക്സിമം. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ പോയിൻറ്റ്സ് ഒക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു. കണ്ടില്ലേ. നെക്സ്റ്റ് നമ്മൾ പോയത് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇതെന്ന് പറയുമ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വെട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന വെട്ടത്തിലെ സിനിമയിലെ കുറച്ച് സീൻസിലാണ് ഞാൻ ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടേക്കുന്നത്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് റീൽ എടുത്തു, ഫോട്ടോസ് എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്ന ഒരു സ്പേസ് ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ വിചാരിച്ചതിന് നേരത്തെ നമ്മൾ തിരിച്ചു കേട്ടോ. അതായത് തിരിച്ചു മീൻസ് നമ്മൾ തിരിച്ചെത്തി. ഒരു 7:45 ഒക്കെ ആയപ്പോഴത്തേനും നമുക്ക് വീട്ടിലെത്താൻ പറ്റി. എനിവേയ്സ്, ഭയങ്കര രസമുള്ള ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ എന്തായാലും ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.